ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മെയ് 21 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് വമ്പൻ ബോക്സ് ഓഫീസ് തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ പോസ്റ്ററും അതുപോലെ തന്നെ വിശദമായ ട്രാക്കേഴ്സ് റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷനും ട്രാക്കേഴ്സ് കളക്ഷനുമായിട്ട് 7 കോടിയുടെ അന്തരമുണ്ട്. ഫൈനൽ കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 11 കോടി 5 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 6 കോടി 90 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ കർണാടക കളക്ഷനായി 2 കോടി 70, ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 1 കോടി 60, തമിഴ്നാട് കളക്ഷനായി 1 കോടി 30, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 30 എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 17 കോടി 95 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $2.62 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ $1.4 മില്യൺ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അങ്ങനെ ആദ്യ ദിവസം ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് 25 കോടി 35 ലക്ഷം രൂപയാണ്. അങ്ങനെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിവസം ഈ സിനിമ ലോകമെമ്പാടുമായി 43 കോടി 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ദൃശ്യം 3യുടെ അണിയർ പ്രവർത്തകർ ഇന്ന് പുറത്തുവിട്ട പോസ്റ്റർ പ്രകാരം 50 കോടി 35 ലക്ഷം രൂപ ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ ദിവസം നേടിയെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്നും മണിക്കൂറിൽ 30,000 ടിക്കറ്റോളമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് മൈ ഷോയിൽ വിറ്റഴിക്കപ്പെട്ടത്. ട്രാക്കേഴ്സ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ന് കേരളത്തിൽ 9 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ മാത്രം ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത് 20 കോടി റേഞ്ചിലാണ്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 30-32 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 75 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒഫീഷ്യൽ കണക്ക് പ്രകാരം 80-85 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൃശ്യം 3യുടെ തെലുങ്ക്, തമിഴ്, കന്നഡ എന്നിങ്ങനെ ഡബ്ബഡ് പതിപ്പിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെലുങ്ക് പതിപ്പിൽ നിന്ന് 2 കോടി 3 ലക്ഷം രൂപയും തമിഴ് പതിപ്പിൽ നിന്ന് 54 ലക്ഷം രൂപയുമാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയുടെ കന്നഡ പതിപ്പ് കളക്ഷൻ 24 ലക്ഷം രൂപയാണ്. തെലുങ്ക്, തമിഴ്, കന്നഡ എന്നിങ്ങനെ 3 ഭാഷകളായി സിനിമ ഓപ്പണിംഗായി നേടിയെടുത്തത് 2 കോടി 81 ലക്ഷം രൂപയാണ്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ 207 കോടി പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇന്ന് സിനിമയുടെ തമിഴ്നാട് കളക്ഷനുമായി ബന്ധപ്പെട്ട് 100 കോടി പോസ്റ്ററും പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 89 കോടി രൂപ മാത്രമാണ്. 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കുന്നത് 4.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 94-95 കോടി റേഞ്ചിലാണ് തമിഴ്നാട് കളക്ഷൻ 8 ദിവസം കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. നാളെ ശനിയാഴ്ചയോടെ മാത്രമേ ഈ സിനിമ തമിഴ്നാട്ടിൽ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടുകയുള്ളൂ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം 7 ദിവസം കൊണ്ട് ഈ സിനിമ 195 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് വെള്ളിയാഴ്ചയോടെ മാത്രമേ ഈ സിനിമ 200 കോടി ക്ലബ്ബിൽ എത്തപ്പെടുകയുള്ളൂ. അങ്ങനെ സൂര്യയുടെ ആദ്യ 200 കോടി ചിത്രമായി കറുപ്പ് മാറിയിരിക്കുകയാണ്. അതേസമയം കറുപ്പ് ഇന്നലെ വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 10 കോടി 91 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് 30 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 11 കോടി 20 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 8 ദിവസം കൊണ്ട് കേരളത്തിൽ കറുപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് മെയ് 14 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയത് നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് അതിരടി. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, സെറിൻ ഷഹാബ്, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 8 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 27 കോടി 70 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 9ാം ദിവസം ഇന്ന് വെള്ളിയാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ 1 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 28 കോടി 70 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 9 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 57 കോടിക്ക് മുകളിലുമാണ്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.